ഹായ്. ഈ മംഗളാദേവി എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന ആഘോഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അവിടുത്തെ ഉത്സവവും മറ്റു കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ കാണാൻ പോകാറൊക്കെ ഉണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മംഗളാദേവി ഇപ്പോൾ വീണ്ടും വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇത് മറ്റൊന്നുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ടൈഗർ റിസർവിൽ വിൻഡ് ടർബൈൻ സ്ഥാപിക്കാൻ പോകുന്നു. ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെ സ്ഥാപിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവിലാണ്. അപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ടൈം ക്യാമറ വിഷ്വലൈസേഷൻ, വൈഫൈ കണക്ടിവിറ്റി, ഇതിനായിട്ടൊക്കെ ഇലക്ട്രിക് സപ്ലൈ ആവശ്യമായിട്ടുണ്ട്. ഇതിനായിട്ടാണ് ഇപ്പോൾ ഈ വിൻഡ് ടർബൈൻ സ്ഥാപിക്കുന്നത്. സാധാരണഗതിയിൽ നേരത്തെ ഈ സോളാർ പവർ ജനറേഷനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഫോഗി ക്ലൈമറ്റ് ഒക്കെ കാരണം വനമേഖലയൊക്കെ ആയതുകൊണ്ട് നിരന്തരം മഴയൊക്കെ പെയ്യുന്നത് കാരണം ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആദ്യമായിട്ടൊരു വിൻഡ് ടർബൈൻ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ സ്ഥാപിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ വിൻഡ് ടർബൈനുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിനകളും കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ നെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫയലുകളും മറ്റും എല്ലാം നീങ്ങുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സാധാരണഗതിയിൽ നല്ലവണ്ണം ഈ നെറ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ അനിമൽ ട്രാപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ക്യാമറ വിഷ്വലൈസേഷനും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഇത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മംഗളാദേവിയുടെ പേര് പറയാൻ കാരണം ഈ മംഗളാദേവി റീജിയനിൽ നല്ല കാറ്റുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ പ്രദേശത്താണ് നമ്മളിപ്പോൾ ആദ്യത്തെ ഈ വിൻഡ് ടർബൈൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു വിജയമായി തീരുന്ന പക്ഷം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് ടൈഗർ റിസർവുകളിലേക്കും ഇത് തുടരും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫോസിൽ ഫ്യൂലൊക്കെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് ഈ ഫോസിൽ ഫ്യൂൽ എമിഷൻ, കാർബൺ എമിഷനൊക്കെ കാരണം ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ റിന്യൂവബിൾ എനർജിയുടെ ഭാഗമായിട്ടുള്ള ഈ സോളാർ, വിൻഡ് ടർബൈനുകൾ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്